കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ യേശുവിനെ നമ്മുടെ രക്ഷിതാവായിട്ട് നമുക്ക് സ്വീകരിക്കാം. കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത്, അവൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നത് നമുക്ക് വിശ്വസിക്കാം. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്, എനിക്ക് പകരമായിട്ടാണ് ക്രിസ്തു മരിച്ചതെന്ന് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനെയും കർത്താവ് തന്നെ മകനായി സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിനെ കേവലം 70-80 വർഷമായി ചുരുക്കരുതേ. ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന നാളുകൾ നിത്യമാണ്. അവൻ നൽകിയിരിക്കുന്ന ജീവൻ നിത്യമായ ജീവനാണ്. അത് സൗഭാഗ്യത്തിൻ്റെ ജീവനാണ്. ഈ ഭൂമിയിലെ താൽക്കാലികമായ കഷ്ടതകളിലും നിരാശയിലും സങ്കടത്തിലും നമ്മുടെ ജീവിതങ്ങൾ കുടുങ്ങിപ്പോകരുത്. മറുവശത്ത് ഈ ലോകത്തിൻ്റെ തിളക്കങ്ങൾ താൽക്കാലികമാണ്. ഒരു മൺചിരാതിൽ പോയി വീഴുന്ന ഈയാമ്പാറ്റയെ പോലെ ഈ ലോകത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും കണ്ട് നമ്മൾ അതിൽ പോയി വീണ് നമ്മുടെ ജീവിതങ്ങൾ നശിപ്പിച്ച് കളയരുത്. കർത്താവായ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ്, അവൻ നൽകിയിരിക്കുന്ന നവജീവൻ, അത് കരഗതമാക്കുവാനായിട്ട് ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ.